അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് അവനെ കൊറേ മിസ് ചെയ്യുന്നത്. നിന്നെ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ലടാ വിഷമം. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ. സ്കൂള് മിസ് ചെയ്യണ്ട. അഭിഷേക് ഇപ്പൊ മര്യാദക്ക് പോണ്ട്. ഇനിയും വേറെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി പൊക്കണോ? കുഞ്ഞുട്ടേട്ടോ, ഓ മരുമോനെ എവിടെയോ ഒരക്ഷരപ്പശക്ക് കാണുന്നുണ്ടാ. പലയിടത്തും അടങ്ങിയൊതുങ്ങിയിരിക്കാതെ മുഖത്ത് നോക്കി സംസാരിക്കാം. പറഞ്ഞ മുഖത്ത് നോക്കി സംസാരിക്കാം. മര്യാദക്കൊക്കെ പോണ്ട്. പഴയ സ്വപ്നങ്ങളൊന്നും പൊക്കിയെടുക്കണ്ട. പട്ടിയുടെ പാല് കൊഴലിലിട്ടാ നീ വരുവോ? കോയിന്നുംകുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. എന്റെ സ്വപ്നം അത് നല്ല സ്വപ്നമാണോ പന്ന സ്വപ്നമാണോ എന്ന് തീരുമാനിക്കുന്നത് ജാസ്മിനാണ്. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ. ആ സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ കണ്ടോ, പുറത്ത് പറയണ്ട. അതായിരിക്കും നല്ലത്. അതിന് ജിൻഡോടെ ഒരു ഔദാര്യമോ ജിൻഡോടെ സർട്ടിഫിക്കറ്റോ ഞാനൊരു എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കാട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ഞാൻ നേരെ അവനെ പറഞ്ഞത്, അല്ലാണ്ട് നല്ലതിനല്ല പറഞ്ഞത്. ഞാൻ നേരെ അവനെ നേരെ അവത്തൻ ജിൻഡോടെ കയ്യിലല്ല. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. ഞാൻ പറയാനുള്ള ഞാൻ പറയും. നേരെ ആയാലും ഞാൻ പറയാനുള്ള ഞാൻ പറയുന്നു. നീ നേരെ ആയാലും എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാലോ. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ, അനുഭവിക്കുക. ഞാൻ നേരെ ആവുന്നതിനെ നോക്കാൻ ജിൻഡോ ആരാ? ജിൻഡോ ആരാ? വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. വെറുതെ അല്ല നന്നാവാത്തത്. ജിൻഡോ ആരാ? നിനക്ക് ജിൻഡോ മത്സരാത്രി. എന്തോന്ന് ജിൻഡോ മത്സരാത്രി. ജിൻഡോ മത്സരാത്രി.